മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആകാശത്ത് കേൾക്കുന്ന ഇടിമുഴക്കത്തോടൊപ്പം അരുന്ധതിയുടെ വാക്കുകൾ കാതിൽ പതിഞ്ഞതും ഒന്ന് ചലിക്കാൻ കഴിയാതെ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അറിഞ്ഞുപോയി അശോക്. ഇമവെട്ടാതെ കണ്ണുകളിൽ പടരുന്ന നനവ് പോലും അറിയാതെ അശോക് അരുന്ധതിയെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു. അതേ മോനെ, അവള് തന്നെയാ നിന്റെ നിധി. ഇവിടെ എത്തി നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയ അവരോട് എത്തും വരെ ഈ കാര്യം നിന്നോട് അറിയിക്കാതിരുന്നു. പക്ഷേ നിന്റെ അവസ്ഥയിൽ അവൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന ചിന്ത കൊണ്ടാ നിന്റെ അച്ഛൻ അവളെ തെരഞ്ഞു കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തിയത്. നിന്നെ കണ്ട ഷോക്കിൽ അവൾ തിരികെ പോവാൻ ഒരുങ്ങിയതാ. പക്ഷെ കുഞ്ഞിലെ അനുഭവങ്ങളിൽ അവളിൽ മൂടപ്പെട്ട നിന്റെ ഓർമ്മകൾ തിരികെ കിട്ടിയ ശേഷം നീ സ്നേഹിച്ച പോലെ തന്നെ നിന്നെ ജീവനായിട്ട് സ്നേഹിക്കുന്ന നിന്റെ നീതി തന്നെയാ അവള്. അരുന്ധതി അവളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒപ്പം ശിവാംഗി എന്ന അവളുടെ പേരുമെല്ലാം അശോകിന് മുമ്പിൽ തുറന്നു പറഞ്ഞു. അശോകിന്റെ ഇരുമിഴികൾ നിറഞ്ഞൊഴുകുന്ന അരുന്ധതി വേദനയോടെ നോക്കി. ഈ നിമിഷമൊക്കെ ഹൃദയം കീറിമുറിയുന്ന വേദന അശോക് അറിയുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിൽ കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്നവരുടെ മുഖം കൺമുമ്പിൽ തെളിഞ്ഞെന്നു അശോക് ചലനമറ്റ പോലെ നിലത്തേക്ക് മുട്ടുകുത്തി ഊർന്നിരുന്നു. ഇപ്പൊ നീ അനുഭവിക്കുന്ന വേദനയേക്കാൾ ഇരട്ടിയാ ഇന്ന് നീ അവൾക്ക് നൽകിയത് അശോക്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നിനക്കായി കാത്തിരുന്ന അവളെ അല്ല, അവളെ മാത്രമല്ല, അവളുടെ ഉദരത്തിൽ വളരുന്ന നിന്റെ കുഞ്ഞിനെ കൂടെ അല്ല അശോക് നീ. അവന്റെ തോൾ കൈവച്ച് അരുന്ധതി പൊട്ടിക്കരഞ്ഞ് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ നോക്കിപ്പോയി അശോക്. എന്താ ഗ്രാൻഡ്മ പറഞ്ഞ്? അതെ അശോക്, ഇന്ന് നിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന അവളാ. ഞങ്ങളുടെ വാക്കുകളെ അവൾക്ക് പറയാനുള്ള പോലും കേൾക്കാൻ കൂട്ടാക്കാതെ നീ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇല്ല മോനെ, ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. ആ ഇരുട്ടുമുറിയിൽ 6 മാസം നീ തനിച്ചു കഴിഞ്ഞപ്പോ നിന്റെ അടുത്തേക്ക് വരാൻ ഈ വീട്ടിലെ നിന്റെ അമ്മയ്ക്ക് പോലും നിന്റെ പപ്പയ്ക്ക് പോലും ഭയം തോന്നിയ നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കാര്യാക്കാതെ അവൾ നിന്റെ കൂടെ നിന്നത്. ആദ്യ ദിവസമൊക്കെ നീ അവൾ ഉപദ്രവിച്ചെങ്കിലും അതൊന്നും കാര്യാക്കാതെ നിനക്ക് കൂട്ടായി നിന്നവളെ നീയും നിധിന്ന് വിളിച്ച് സ്നേഹിച്ചു തുടങ്ങിയില്ലേ അശോക്? ആ സ്നേഹത്തിന്റെ പ്രതീകം നീ അവൾക്ക് സമ്മാനിച്ച് ഇന്ന് അവളൊന്ന് കേൾക്കും മുമ്പേ പടിയിറക്കി വിട്ടില്ലേ നീ? പോയി കൊണ്ടുവാ. നിന്നോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമെങ്കിൽ അവളെ കൊണ്ടുവാ ഇവിടേക്ക്. അവളെ കൊണ്ട് ഈ പടികൾ കയറി നീ വരുന്നവരെ എനിക്ക് മുന്നിലേക്ക് നീ വന്നു പോവരുത് അശോക്. കാണേണ്ട എനിക്ക് നിന്നെ. ഉറപ്പോടെ പറയുന്ന അരുന്ധതിയെ തകർന്ന മനസ്സോടെ നോക്കി അശോക്. ഗ്രാൻഡ്മ, എനിക്ക് അവൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഒറ്റ കാരണം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ നിധിയാ. ഈ സത്യം കുറച്ച് മുന്നെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? എനിക്കറിയാം ഇന്ന് അവളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നീ എന്നെ മാത്രമായിരിക്കും. ഒരുപക്ഷെ എന്നോട് ക്ഷമിക്കാൻ പോലും അവൾക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ അതിനുവേണ്ടി ഏതറ്റം വരെ അശോക് പോവും ഗ്രാൻഡ്മ. മിഴികളൊന്ന് ഇറുകി അടച്ചു വലിച്ചു തുറന്ന് മനസ്സിൽ ചിലത് ഉറപ്പിച്ച പോലെ അശോക് എണീറ്റ് പുറത്തേക്ക് നടന്ന് ഒരു നിമിഷം തിരിഞ്ഞ് അരുന്ധതി നോക്കി. എന്റെ നിധിയെയും കൊണ്ടല്ലാതെ അശോക് കൈലാസത്തിന്റെ പടികൾ ചവിട്ടില്ല ഗ്രാൻഡ്മ. ഇത് അശോകിന്റെ വാക്കുകളാ. പറഞ്ഞുകൊണ്ട് കാറ്റ് വേഗത്തിൽ പുറത്തേക്ക് ഓടി അശോക്. താഴെ ഹാളിലെത്തിയതും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം എന്തോർത്ത് തിരിഞ്ഞ് ഒരു നിമിഷം ചുറ്റും മിഴികൾ പായിച്ചു. താൻ തട്ടിത്തെറിപ്പിച്ച നിധി തനിക്ക് നൽകിയ ആ പേപ്പർ കവറും താൻ പൊട്ടിച്ചെറിഞ്ഞ താലിയും അവന്റെ മിഴികളൊന്നാകെ തിരഞ്ഞു. നിലത്ത് കിടക്കുന്ന കണ്ട് ചെന്ന് തന്റെ കയ്യിലേക്ക് എടുത്തു അശോക്. ആ താലിയിലേക്ക് നോക്കുന്തോറും കലങ്ങിയ കണ്ണുകളോടെ അതിലുപരി മരിച്ച മനസ്സോടെ തന്നെ നോക്കുന്നവരുടെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. നിധി അറിയാതെ പറഞ്ഞു പോയവൻ. ആ താലി തന്റെ പോക്കറ്റിലേക്കിട്ട് അവൾ നൽകിയ ആ കവറെടുത്ത് പൊട്ടിച്ച് തുറന്നു നോക്കി. അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന ആ കുഞ്ഞു ഫോട്ടോ, അതിനോടൊപ്പമുള്ള മയിൽപ്പീലി, ആ ഫോട്ടോക്ക് പുറകിലായി എന്ന അശോകിന്റെ സ്വന്തം നിധി എന്ന എഴുത്തിലേക്ക് മിഴികൾ പോയതും അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. നിധി അറിയാതെ വിളിച്ചു പോയവൻ. കലങ്ങിയ കണ്ണിന് മുന്നിൽ ആരോ വന്ന് നിൽക്കുന്ന കണ്ട് മിഴികൾ ഇറുകി അടച്ചു തുറന്ന് മുന്നോട്ട് നോക്കി അശോക്. അഗ്നിയെരിയുന്ന മിഴികളോടെ തന്നെ നോക്കുന്ന സ്ത്രീയെ ആരെന്ന ഭാവത്തോടെ നോക്കി അശോക്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ കൈ അശോകിന്റെ കവിളിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു. തെളിഞ്ഞട്ടിലോടെ തന്നെ അശോക് അവരെ മിഴിച്ചു നോക്കി. എവിടെ എന്റെ മോളെവിടെ? ഒന്നിനെ വെറുതെ വിടില്ലേ ദുർഗ, പറടാ എന്റെ മോളെവിടെ? അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ട് ചോദിച്ചു ദുർഗ. ദുർഗ എന്നവർ പറയുന്ന പേര് കേട്ടതും ഇതാണ് ഗ്രാൻഡ്മ പറഞ്ഞ അവളുടെ അമ്മായി മാമിയും എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ബഹളം കേട്ട് എല്ലാവരും ഹാളിലേക്ക് ഓടിയെത്തിയും കാണുന്നത് അശോകിനെ കൊല്ലാൻ പാത്രം നിൽക്കുന്ന ദുർഗയാണ്. ദുർഗ വിളിച്ചോണ്ട് സരസ്വതി അടുത്തേക്ക് ചെന്ന്, ഓ ഇവിടെ ഉണ്ടല്ലേ, പറ എന്റെ മോളെവിടെ? ഈ നിമിഷം വരെ അവൾ വീട്ടിലെത്തിയിട്ടില്ല. അവൾ അവിടുന്ന് കൊണ്ടുപോയത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ പടിയിറക്കുമ്പോ മാനിയായിട്ട് ഞങ്ങൾ വിളിക്കണായിരുന്നു സരസ്വതി. ഒരു ഭ്രാന്തിന്റെ മുന്നിലേക്ക് എന്റെ കുഞ്ഞിനിട്ട് കൊടുത്ത് എന്നോ കഴിഞ്ഞൊരു യുവാത്തിന്റെ പേരും പറഞ്ഞ് ഇല്ലാത്ത സ്നേഹത്തിനെ നാടൻ കളിച്ച് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കി ഇപ്പൊ അവളെ പടിയിറക്കിയിരിക്കുന്നു. ഇതാണ് നാട്ടുകാർ മൈമ പറയുന്ന കൈലാസത്തിലെ അശോകിനെയും കുടുംബത്തിനെയും സംസ്കാരം. ദുർഗ നീ വാ, നമുക്ക് സംസാരിക്കാം. ഇല്ല സരസ്വതി, ഇവിടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആസ്വദിക്കാമെന്നല്ലേ ഞാൻ. എവിടെ എന്റെ മോളെവിടെ? ഇനി ഒരിക്കലും ഈ കൈലാസത്തിന്റെ പടികൾ എന്റെ മോള് ചവിട്ടിയുള്ള സരസ്വതി.
നിന്റെ മകൻ അഹങ്കാരിയാ. പണത്തിന്റെ മുൻകൊണ്ട് കണ്ണു മനസ്സും മഞ്ഞളിച്ചു പോയ അഹങ്കാരം തലക്ക് പിടിച്ചവൻ. അങ്ങനെ ഒരുത്തൻ എന്റെ മോൾക്ക് അവിടെ വയറ്റു വളർന്ന കുഞ്ഞിന് ആവശ്യമില്ല. ഉറപ്പുള്ള വാക്കുകളോടെ ദുർഗ പറയുമ്പോൾ അവരെ നോക്കിക്കൊണ്ടവരുടെ മുന്നിലേക്ക് കയറിയുന്നു അശോക്. ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കാനുള്ള മനസ്സെന്റെ നിധിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്നല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും അശോകിന്റെ ശ്വാസം നിലക്കും വരെ എന്റെ നിധി എന്റെ കൂടെ ഉണ്ടാവും. കണ്ണുകളിലും വാക്കുകളിലും ഉറപ്പുള്ള തീക്ഷ്ണയോടെ പറഞ്ഞ് അശോക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദുർഗ, സത്യ, നിങ്ങളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല സരസ്വതി. ഇന്നലെ അവൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മനസ്സേറെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇന്ന് മാലിന്യെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ തകർന്നു പോയൊരു അമ്മയുടെ മനസ്സിപ്പോൾ എനിക്ക്. ദുർഗ പറയുന്നേട്ട് സരസ്വതി രാജവർമ്മയും മാലിനിയുടെ മുഖത്തേക്കും തുറച്ചു നോക്കി. മാലിനി ഒന്നും അറിയാത്ത ഭാവം പോലെ മിഴികളിങ്ങോട്ടോ മാറ്റി. എന്റെ മോളെ പടിയിറക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ചു പറയാൻ കഴിഞ്ഞോ? അതെങ്ങനെയാ? നിങ്ങളതിന് കൂട്ടുകയായിരുന്നില്ലേ? നിങ്ങളോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളും കരുതിയതല്ല. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഞങ്ങൾ അവനോട് ആ വിവാഹം കഴിച്ച നിധിയെ തന്നെയായിരുന്നു എന്ന് പറയാതിരുന്നു. പക്ഷെ അവർ തമ്മിൽ പരസ്പരം അറിയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അമ്മയ്ക്ക് മാത്രമേ അറിയായിരുന്നുള്ളല്ലോ. അതേ സത്യഗോപാൽ, അമ്മ വിവരങ്ങളെല്ലാം പറയുമ്പോഴാണ് ബാംഗ്ലൂർ വെച്ച് അവർ തമ്മിൽ കണ്ടതും വഴക്കുണ്ടാക്കിയതെല്ലാം ഞങ്ങൾ അറിയുന്നു. എന്തായാലും അവർ തമ്മിൽ പരസ്പരം ഉണ്ടായ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമായത്. ആയിരിക്കാം. എന്നാലും എന്റെ മോള്, അവൾ അവരുടെ കുഞ്ഞിന്റെ അമ്മയല്ലേ? അതുപോലും മാനിക്കാനുള്ള മനസ്സുപോലും ഇവിടെ ആർക്കും ഉണ്ടായില്ല. ഈ നിമിഷം വരെ അവൾ വീട്ടിലെത്തിയിട്ടില്ല. ഇനി എന്റെ മോള് അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദുർഗെ. പിന്നെ അവൾ അമ്മയാൻ പോകുന്ന കാര്യം അശോക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട് അവനോട് പറയട്ടെ എന്ന് കരുതിയ. ഓ കൊള്ളാം. എന്നിട്ടിപ്പോ എന്തായി? എന്റെ മോളെവിടെ? ദുർഗ ഒന്ന് സമാധാനിക്ക്. ചിലപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്ന സമയം അവൾ അവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. ഇല്ല, അവൾ എത്തിയോടനെ വിളിച്ചോളാന്ന് പറഞ്ഞ് എന്റെ മക്കൾ അവരുടെ കൂടെ സത്യന്റെ സഹോദരിയുണ്ട് വീട്ടിൽ. അവൾ എത്തിയ അവർ ഞങ്ങൾ വിളിക്കേണ്ടതാ. ദുർഗ പറയുന്നേട്ട് സരസ്വതി രാജവർമ്മയെ നോക്കി. അവൾ ഈ കൈലാസത്തിലെ മരുമകളാ. അവൾക്കൊരു കുഴപ്പമില്ലാതെ അവളെ കണ്ടെത്തും. പിന്നെ അശോക്, അവളെ കൊണ്ടല്ലാതെ അവൻ ഇങ്ങോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാലും രാജേട്ടാ, ഞാൻ കൂടെ നോക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് രാജവർമ്മയും പുറത്തേക്ക് ഇറങ്ങി. അവർ പോകുന്നൊരു പ്രതീക്ഷ പോലെ നോക്കി നിന്നു ദുർഗയും സത്യനും സരസ്വതിയും. ഓ, എന്തൊക്കെയായിരുന്നു! അശോകിനെ അവൾ ഇനി കാണില്ല, വരില്ല. അമ്മയുടെ അമിത ആവേശം കണ്ടപ്പോഴേ തോന്നി എനിക്ക് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഡി, എന്താടി നീ പറയുന്നത് കേട്ടാ തോന്നും എന്റെ കയ്യിൽ റിമോട്ടിലാണെല്ലാം നടക്കുന്നതെന്ന്. അവരിങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ഞാൻ കരുതിയോ? ഇതിപ്പോ എല്ലാം വിളിച്ചറിയിച്ച് നമ്മളത് മനസ്സിലായി. ആകെ നാണം കെട്ട അവസ്ഥ. അതൊക്കെ എന്തേലും ആവട്ടെ. അല്ല, എന്നാലും അവൾ എവിടെ പോയി കാണും? ഈ സമയമായിട്ട് അവൾ വീട്ടിലെത്തിയിട്ടില്ല. ഇനി മനന്നൊന്നുമല്ല. സംശയഭാവത്തോടെ പറഞ്ഞു സൗഗന്ധി. നീ എന്താ സൗഗന്ധി പറയുന്നേ? അവള് മനന്നൊന്ത് ചാവാൻ പോകുന്നു എന്നാ നിനക്ക് തെറ്റി. അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കാത്തവൾ അവള്. ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടിയവനെ പുറത്തേക്ക് കൊണ്ടുവന്നവള്. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഏതായാലും അശോക് വരുന്നവരെ കാത്തിരിക്കാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്. തന്റെ പദ്ധതിയെല്ലാം ചീറ്റിപ്പോയ തിരിച്ചറിവിൽ അല്പം സംയമനം പാലിച്ചിരുന്നു മാലിനി. നിധിയെ തിരഞ്ഞിറങ്ങിയ അശോക് ഏറെ ദൂരം തെരഞ്ഞെങ്കിലും അവിടെയൊന്നും അവളെ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ നാലുപാട് കണ്ണോടിച്ചു അവൻ. പെട്ടെന്നൊരു ബസ് സ്റ്റോപ്പിൽ അവൾ ഉടുത്തിരുന്ന അതേ കളർ സാരി എടുത്തൊരു പെൺകുടി തിരിഞ്ഞിരിക്കുന്ന കണ്ടതും അവളാണെന്ന പ്രതീക്ഷയോടെ കാറ് സൈഡാക്കി ആ മഴയിലേക്ക് ഇറങ്ങി അവിടേക്ക് ഓടിച്ചെന്നു അവൻ. നിധി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കൈത്തണ്ടിൽ പിടിച്ച് മുന്നോട്ട് തിരിച്ചവും അവന്റെ മുഖം പാടെ മങ്ങി. താൻ പ്രതീക്ഷിച്ച തന്നെ നിധിയല്ല ഇതെന്ന് കണ്ടതും ആ പെൺകുട്ടിയുടെ കൈകളിൽ നിന്നും പിടിവിട്ടു അശോക്. സോറി. അത്രയും പറഞ്ഞ് തന്നെ ആരെന്ന ഭാഗത്തിൽ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയോട് സോറി പറഞ്ഞ് തിരിഞ്ഞു അശോക്. ആ മഴയിലേക്ക് ഇറങ്ങി അശോക് ഒരു നിമിഷം നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ മുട്ടുകുത്തിയിരുന്നു. നിധി, നിധി! കൈകൾ മുടിയിൽ കോർത്ത് വലിച്ച് അലറി അവൻ. ഏറെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിയാതെയാണ് രാജവർമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അയാൾ വരുന്ന കണ്ടതും സരസ്വതി പ്രതീക്ഷണയ്ക്ക് അടുത്തേക്ക് ഓടിച്ചെന്നു. രാജേട്ടാ, എന്തായി? നിധിയെ കണ്ടോ? ഇല്ല സരസ്വതി, ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തോർത്ത് സത്യഗോപാലനെ നോക്കി. അവളുടെ കൂട്ടുകാരെ കുറിച്ചൊന്നും ഞങ്ങൾ കൂടുതൽ അറിയില്ല. ഒരുപക്ഷെ ഇനി അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് കൂടെ ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അടുത്ത് അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ? ആ ഉണ്ട്, അരുൺ. അവൻ്റെ നമ്പറിൻ്റെ കയ്യിലുണ്ട്. പാതി ഇറന്ന വാക്കുകളോടെ സത്യൻ ഫോൺ എടുത്ത് അരുണിന്റെ നമ്പറിലേക്ക് വിളിച്ചു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വർക്കിലേക്ക് തിരിയാനൊരുക്കുമ്പോഴാണ് അരുണിന്റെ ഫോണിലേക്ക് സത്യന്റെ കോള് വന്ന്. അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയോടെ കോൾ എടുത്ത് അവൻ. ഹലോ അങ്കിൾ, ഇതെന്താ പതിവില്ലാതെ? മോനെ, നീ എവിടെയാടാ? ഞാനിതാ ഓഫീസിലാ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കയറാൻ നിൽക്കുക. എന്താ മോനെ? ശിവ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങാനും വന്നിരുന്നോ? എന്താങ്കിൽ ശിവയോ? ഇല്ല, അവൾ ഇന്നലെ രാത്രി വിളിച്ചു വെച്ചതാ. ഇന്ന് അവളുടെ അശോക് വരുന്ന ദിവസമല്ലേ, ആ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ഞങ്ങളെ മറന്നു കാണും. വിളിക്ക പോയിട്ടൊരു മെസ്സേജ് പോലും ഇല്ല. മോനെ, അവൻ പറയുന്ന കേട്ട് സത്യൻ വിതുമ്പിക്കൊണ്ട് വിളിച്ചു അവനെ.
എന്താ എന്താ അങ്കിൾ ഇതിനെ കരയുന്നേ? സത്യം നടന്ന കാര്യങ്ങളെല്ലാം അവൻ അറിയിച്ചു. അങ്കിൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ശിവയെ കാണുന്നില്ലെന്നോ? അങ്കിൾ എന്തായാലും ഞാൻ വിളിക്കാം. ഞാൻ അവരോടും കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കാർത്തി പനിയായതുകൊണ്ട് ഓഫീസിൽ വന്നിട്ടില്ല. ഞാൻ അവനെയും ജോയിക്ക് ഒന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ. ഇനി അവർ വിളിച്ചോന്നറിയില്ലല്ലോ. ഓക്കെ, എന്നാ പെട്ടെന്ന് വിളിക്കും മോനെ. ഓക്കെ അങ്കിൾ വിഷമിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളെ വിട്ട് അവളെ എവിടെ പോവാനാ? ഇനി ഋതിയുടെയും ജൂയിയുടെയും ഹോസ്റ്റലിൽ പോയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാം. ശരി മോനെ, പെട്ടെന്ന് വിളിക്കണേ. അവൻ കോൾ കട്ട് ചെയ്ത് വേഗം ജൂയിയെ ഋതിയെയും വിളിച്ചു. എന്നാൽ അവരെയൊന്നും അവൾ വിളിച്ചിട്ടില്ലെന്ന് അറിഞ്ഞതും പിന്നെ ഒരു പ്രതീക്ഷയാണെങ്കിൽ കാർത്തിയെ വിളിച്ചു. ഡാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതേ ഞാനിവിടെ റൂമിൽ പോച്ചു കൂടി കിടക്കുക. അവളെ എന്നെ വിളിച്ചിട്ടില്ല. ഛേ, ഞാൻ അപ്പോഴേ പറഞ്ഞ, അപ്പം അവളൊന്നും കേട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ അവൻ്റെ തനി രൂപം. ഡാ കാർത്തി, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേഗം ലീവ് എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങാം. നീ അപ്പോഴേക്കും റെഡി ആയിരിക്കും. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അവൾ ഒറ്റയ്ക്ക് പോയിരിക്കാറുള്ള ലൈബ്രറി, മ്യൂസിക് ക്ലാസ്, അങ്ങനെ കുറച്ച് സ്ഥലമുണ്ടല്ലോ, നമുക്ക് ചെന്ന് നോക്കാം. ആടാ ഓക്കെ, നീ പെട്ടെന്ന് വാ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കാർത്തി. അരുൺ വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങി. ശേഷം ആദ്യം കാർത്തിയെ കൂട്ടി പിന്നെ ജൂയിയുടെയും ഋതിയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും കൂടെ തങ്ങൾക്കറിയാവുന്ന അവൾ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് പോയിരിക്കാറുള്ള എല്ലായിടത്തും നോക്കി. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അവിടെയൊന്നും അവളില്ലെന്ന് കണ്ട് അരുൺ വണ്ടി സൈഡാക്കി സ്റ്റിയറിംഗിൽ കണ്ണുകളടച്ച് കിടന്നു. അരുൺ, നമ്മളിനി എവിടെ പോയി തിരയും? അറിയില്ല ജൂയി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയതും കണ്ടു ആർത്ത് പെയ്യുന്ന മഴയിൽ പലരോട് എന്തോ ചോദിച്ച് അങ്ങിങ്ങായി അലയുന്ന അശോകിനെ. അശോക്, അവൻ മുന്നോട്ട് നോക്കി പറയുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ അങ്ങോട്ട് നോക്കി. കോരിച്ചൊരിയുന്ന പ്രകൃതിയെ പോലും വകവെക്കാതെ അലഞ്ഞു നടക്കുന്നവനെ കണ്ട് സങ്കടവും ദേഷ്യവും ഒരുപോലെ തോന്നിയവർക്ക്. എല്ലാം ചെയ്തിട്ടിപ്പോ നടക്കുന്നുണ്ടില്ലേ? കാർത്തി അല്പം അമർഷത്തോടെ പറഞ്ഞു. ഇല്ല കാർത്തി, അവന് മുഴുവനായിട്ട് കുറ്റം പറയാൻ കഴിയില്ല. അവനവിടെ മുമ്പിലെത്തുന്ന നിമിഷം പോലും അവൻ അറിയില്ലായിരുന്നു അവളാണ് അവന്റെ നിധിയെന്നത്. അശോകിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഒരിക്കലും മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാർത്തി. ഓ, അതുകൊണ്ട് ഇപ്പൊ കണ്ടല്ലോ എന്താ നടന്നെന്ന്. ദേഷ്യം ഒട്ടും കുറയാതെ തന്നെ പറഞ്ഞു കാർത്തി. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വാ, നമുക്ക് അശോകിന്റെ അടുത്ത് നിന്ന് നോക്കാം. കുടയും എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. അവസാന പ്രതീക്ഷ പോലെ അവിടെയുള്ള ചായക്കടയിൽ കയറി ചോദിച്ചതും ആരും അറിയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. മൊത്തത്തിൽ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിൽ തിരിഞ്ഞു നോക്കിയ അശോക് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും ഒരു നിമിഷം പഴയ ഓർമ്മകൾ പുറകിലേക്ക് ഓർത്തു. അശോക്, മാമയെല്ലാം വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അവളെ അന്വേഷിച്ചിറങ്ങിയതാ. പക്ഷേ നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാം, അവളവിടെ മാമയോ അമ്മായിയല്ലാതെ മറ്റിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതവളുടെ കൂട്ടുകാരായിരിക്കുന്ന അവളെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ മനസ്സിലാക്കിയതാണ് ഞാൻ. അതുകൊണ്ട് പറയാ, അവൾ എവിടെയാണെന്ന് അറിയെങ്കിൽ അതെനിക്ക് മുമ്പിൽ മറച്ചു വെക്കരുത്. ഇല്ല അശോക്, അവളെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. ഓഫീസിൽ വെച്ച് മാമ വിളിച്ച പാടെ ലീവ് എടുത്ത് ഇറങ്ങി തിരിച്ചാ ഞങ്ങള്. ഒന്ന് മൂളിക്കൊണ്ട് അശോക് തിരിഞ്ഞു നിന്നു. അശോകിനോട് എന്തു പറയണമെന്ന് ഒരു നിമിഷം അവർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. കാരണം അവന്റെ അപ്പോഴത്തെ രൂപാവസ്ഥയും കാണെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി അവർക്ക്. അശോക്, ഏതായാലും ഞങ്ങളൊന്നുകൂടെ നോക്കട്ടെ, വിവരം കിട്ടിയ വിളിക്കാം. ഒന്നും മിണ്ടാതെ തകർന്നു നിൽക്കുന്ന അശോകിനെ നോക്കിക്കൊണ്ട് അവർ തിരികെ നടക്കാൻ ഒരുങ്ങിയതും വീണ്ടും എന്തോർത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അശോകിന്റെ ഫോൺ നമ്പർ വാങ്ങി വിളിക്കാമെന്ന് പറഞ്ഞ് തിരികെ നടന്നു വരും. അന്നത്തെ രാത്രി ഇരുട്ടി തുടങ്ങിയിട്ടും ആർക്കും തന്നെ ശിവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അശോക് തന്റെ വാക്കുപോലെ കൈലാസത്തിലേക്കും എത്തിയില്ല. നനഞ്ഞു കുതിർന്ന ആ വസ്ത്രമിട്ടുകൊണ്ട് തന്നെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അലഞ്ഞു നടന്നു അവൻ. കൈലാസത്തിലെല്ലാവരും നിധിയെ കാണാനായിട്ട് വല്ലാത്ത വിഷമത്തോടെ തന്നെയാണ്. നിധി ചേച്ചി തങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടായതുകൊണ്ട് തന്നെ ശ്രീവിദ്യയും ശ്രീരാമും നന്ദനയും എല്ലാം ഒരുപോലെ ഇരുന്ന് കരയുന്നുണ്ട്. ഡാ, എന്നാലും നിധി ചേച്ചി അവിടെ പോയി കാണും. അറിയില്ല റാം. ഡാ, എനിക്കൊരു സംശയം. എന്താ നന്ദ? എനിക്ക് തോന്നി ചെറിയൊരു സംശയം മാത്രമാ. എന്താണെങ്കിലും നീ കാര്യം പറ നന്ദ. ഡാ, അന്ന് നീരവേട്ടനോട് കൂടെ എന്തോ പ്രശ്നങ്ങളുണ്ടായില്ലേ? നീ ചേച്ചിക്കാരനല്ലേ അത് നീരവേട്ടനെ പുറത്താക്കി? ഇനി അതിൻ്റെ ദേഷ്യത്തിൽ ചേച്ചിയെ നന്ദ പറയുമ്പോൾ എല്ലാവരും അത് ശരിയാണെന്ന ഭാഗത്തോടെ അവളെ നോക്കി. ശരിയാണെന്നോ നീ പറഞ്ഞേ? ഇനി അങ്ങനെ വല്ലോ? വാ, നമുക്ക് അമ്മയുടെ മുത്തശ്ശിയോട് അങ്കിളിനെ ചെന്ന് കണ്ട് പറയാം. അതേടാ, എല്ലാവരും വാ. ശ്രീവിദ്യ എല്ലാവരും വിളിച്ച് താഴേക്ക് നടന്നു. ഹാളിൽ അശോകിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് സരസ്വതിയും രാജവർമ്മയും അരുന്ധതിയും ദുർഗയും എല്ലാവരും. വല്യമ്മേ, അങ്കിൾ, മുത്തശ്ശി വിളിച്ചുകൊണ്ട് അവർ കൂട്ടത്തോട് ഓടി വന്നു. എന്താ എന്താ മക്കളെ? മുത്തശ്ശി, അത് ഞങ്ങൾക്കൊരു സംശയം. അത് നിധി ചേച്ചി കാരണല്ലേ നീരവേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? ഇനി നീരവേട്ടനെങ്ങാനും? അവർ പറയുന്ന കേട്ടതും രാജവർമ്മ സംശയഭാവത്തോടെ സെറ്റിൽ നിന്ന് ചാടി എണീറ്റു. ഒരു നിമിഷം അയാളുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടി. മോനെ രാജ, ഇവര് പറഞ്ഞ പോലെ എന്തേലും ആയിരിക്കോ? അല്ലാതെ അവൾ ആരോടും പറയാതെ എവിടെ പോവാന്? ആഹാ, കൊള്ളാം. അവൾ ഏതെങ്കിലും തന്നെ കൂടെ പോയി കാണും. അതിന് എന്റെ മോനെ തലയിൽ വെച്ചിട്ട് അത്ര ശരിയല്ല അമ്മേ. എല്ലാവരുടെയും സംസാരം കേട്ട മാലിനി ഉറഞ്ഞുള്ളിക്കൊണ്ട് പറഞ്ഞു. നിർത്തു മാലിനി, ഇവരൊരു സംശയം പറഞ്ഞു. അത് തീർക്കേണ്ട ഉത്തരവാദിത്വം അത് ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ നീയും നിന്റെ മകനും ചെയ്യുന്ന അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തിനു പറയുന്നു? നിനക്ക് വരെ നിധിയോട് ദേഷ്യമുണ്ട്. ഇവിടെ നിന്നെ സംശയിക്കുന്നതിലും തെറ്റില്ല. ഓഹോ, കൊള്ളാം. അപ്പൊ അവള് വല്ലവന്റെയും കൂടെ പോയി കാണും. അത് എന്റെ മക്കളെയും തലയിലിടാൻ നോക്കണ്ട. ഇവിടെ ഇനി പിടിച്ചിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ അവിടെ മറ്റവനോട് ഇറങ്ങിപ്പോയി കാണും അവള്.
ഇനിയിപ്പോ വയറ്റിൽ വളർന്ന കുഞ്ഞ് അവന്റെ ആണോന്ന് ആരും ആ കണ്ണും തള്ളി കവിൾ പൊത്തിപ്പിടിച്ച് മുന്നോട്ട് നോക്കി മാലിനി ദേഷ്യത്തോടെ നിൽക്കുന്ന രാജവർമ്മയെ കാണെ അറിയാതെ രണ്ടടി പുറകിലേക്ക് വെച്ചു. നീ പറയുന്നൊക്കെ കേൾക്കുമ്പോ മിണ്ടാതിരിക്കുന്നതേ പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല മാലിനി. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞത് അതെത്ര വലിയ തെറ്റാണെന്ന് നീ സ്വയം ചിന്തിക്കും മാലിനി. രാജവർമ്മയുടെ വാക്കുകൾ കേൾക്കെ മാലിനിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. മാലിനിയും തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ രാജവർമ്മ ഫോൺ എടുത്ത് അശോകിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കാറ് സൈഡാക്കി അതിൽ സ്റ്റെയറിംഗിൽ തലയേർത്തിരിക്കുകയാണ് അശോക്. അവന്റെ മനസ്സ് മുഴുവൻ രാവിലെ നടന്ന ഓരോ രംഗങ്ങളും തനിക്ക് മുന്നിൽ വീണ്ടും കാണുമ്പോലെ മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. ഇനി എങ്ങോട്ട് പോകണം, എവിടെ പോയി തിരയണമെന്ന ചിന്തകളോടെ ഇരിക്കുമ്പോഴാണ് രാജവർമ്മയുടെ കോള് കാണുന്നത്. പ്രതീക്ഷ അടക്കിയാണ് ഫോൺ എടുത്തെങ്കിലും മറുതലക്ക് രാജവർമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കെ അവന്റെ കണ്ണുകൾ അഗ്നി പോലെ കത്തിച്ചൊരിക്കാൻ തുടങ്ങി. മറുത്തൊന്നും പറയാതെ ഫോൺ കട്ടി നീരവിന് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. രാവിലെ മാലിന്യ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സന്തോഷത്തോടെ ബാറിൽ ചെന്ന് രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നീരവ്. കൂട്ടിന് അവരെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. നാളിയ നിന്റെ ആഗ്രഹം സാധിച്ചു, അവളങ്ങനെ അവിടുന്ന് പുറത്തായി. അത് അവള് കാത്തിരിക്കുന്നവൻ തന്നെ അല്ലേടാ. പറയാനുണ്ടോടാ, ഇന്ന് എനിക്ക് അറുമാദിക്കണം. അത്രയ്ക്ക് സന്തോഷം കിട്ടിയ ദിവസമായി ഇന്ന്. പറയുന്നതോടൊപ്പം മധ്യ ഗ്ലാസ് വായിലേക്ക് അമഴ്ത്തിയതും അവൻ തെറിച്ചു വീണത് ഒരുമിച്ചായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.